മൽ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളോട് ആദ്യത്തെ ജോയിൻ ചെയ്യുന്നുണ്ട്. സുഖാണോ അവിടെ? അതെ, സുഖമാണ് ബ്രോ. അവിടെ സുഖമാണോ? നന്നായിട്ട് പോകുന്നു ബ്രോ. ശരിക്കും പറഞ്ഞാൽ ക്വാർട്ടർ ഫൈനലിൽ കണ്ട ആൾക്കാരൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പെർഫോമൻസ് നമ്മൾ കഴിഞ്ഞ 2-3 സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മൾ ആദ്യ ലെഗിൽ കണ്ടത്. ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. എന്താണ് ബ്രോ ഒരു മത്സരത്തിനെ പറ്റി പറയാനുള്ളത്? മത്സരത്തെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു റെസ്പോൺസ് അല്ല മാച്ചിന് ഉണ്ടായത്. ഞങ്ങൾ ആക്ച്വലി ഒരു വിന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ആ വിന്നിൽ പകരം ഒരു ഡ്രോ ആയിപ്പോയി. അതിൽ കുറെ പ്രശ്നമുണ്ട്. പിന്നെ ഇനി നമുക്ക് അതിനെ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും ഫിക്സ്ചർ ഇനി അടുത്തത് എത്തിഹാദിലാണ്. അപ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് എന്തായാലും ഉണ്ടാകും. അതെ, അത് മാത്രമല്ല, നിങ്ങളുടെ ഗോൾസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ലിനിക്കൽ ആയിട്ടുള്ള ഗോൾസുകളാണ്. വാൽവേർഡിയുടെ ഒക്കെ ഗോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ മൂവ്മെന്റ് നടത്താൻ പറ്റുന്ന? പുള്ളി അവിടെ ആ പിക്ചറിലേ ഇല്ല ക്രോസ് കൊടുക്കുന്ന സമയത്ത്. ഞാനിങ്ങനെ TV ഫ്രെയിം പോസ്റ്റ് ചെയ്ത് നോക്കി. ക്രോസ് കൊടുക്കുമ്പോൾ വാൽവേർഡി പിക്ചർ ഇല്ല. പിന്നെ വാൽവേർഡി കയറി വരുന്നു, അപ്പോഴത്തേക്ക് കറക്റ്റ് കാലിലേക്ക് എത്തുന്നു. ഒരു ഷോട്ടാണ്. ഗോൾ കീപ്പർക്ക് എന്താണ് സംഭവിച്ചെന്ന് പോലും പുള്ളിക്ക് മനസ്സിലായില്ല. അത്രയ്ക്കും മാരകമായിട്ടുള്ള ഷോട്ടായിരുന്നു അത്. ആക്ച്വലി അത് വാൽവർദേക്ക് കൊടുത്ത ക്രോസ് അല്ല. ഓപ്പൺ ബോൾ കിട്ടി, വാൽവർദെ ക്രോസ് ചെയ്ത് വന്നു, പുള്ളി ഷോട്ട് എടുക്കുക. പിന്നെ വാൽവർദേക്ക് ഒരു സ്ട്രോങ് ഫുട്ട് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നല്ല ബാങ്ങേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു ഷോട്ട് ഏതൊരു ഗോൾ കീപ്പറിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ ഒർട്ടഗയാണെങ്കിലും ഇനി എഡേഴ്സൺ ആണെന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു. കാരണം അത്രയും പവർഫുൾ ഷോട്ടായിരുന്നു. പിന്നെ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സ്ട്രൈക്കർ കൊണ്ട് കളിക്കുന്നുണ്ട്. അപ്പൊ 2 സ്ട്രൈക്കർ കളിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്ലിനിക്കൽ ആയേ പറ്റും. പ്രത്യേകിച്ച് സിറ്റി പോലുള്ള വമ്പൻ ടീമിനെതിരെ കളിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്ലിനിക്കൽ ആവണം. പക്ഷെ ഞങ്ങൾ ക്ലിനിക്കൽ ആയില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം കുറെ ചാൻസസ് വിനീഷ്യസ് സെൽഫ് പ്ലേ കളിച്ചു. കുറച്ച് അത് സെൽഫ് പ്ലേ കളിക്കാതെ കുറച്ച് പാസ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് ഓൺ ടാർഗറ്റെങ്കിലും ഉണ്ടായേനെ എന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്. ഇപ്പോ സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഞാൻ അങ്ങനെ ജയം തോൽവിനെ പറ്റിയല്ല. കാരണം അവർക്ക് പറ്റിയ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് സിറ്റിയുടെ അടുത്തുണ്ട്. ഇപ്പൊ ഫോർഡൻ ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് കളിക്കാം. ഇപ്പോൾ ഹാലണ്ടിനെ നിങ്ങൾ പൂട്ടി തന്നെ പറഞ്ഞു. ഹാലണ്ട് ഇന്നലത്തെ മത്സരത്തിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഒന്നും വന്നില്ല. പക്ഷെ ഹോമിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ കളി മാറാൻ ചാൻസ് ഉണ്ട്. പുള്ളീനെ വെച്ചിട്ട് വേണമെങ്കിൽ ഇന്നത്തെ കളിയിൽ ഡിബ്രോയിൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡിബ്രോയിൻ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീം കുറച്ചുകൂടി സ്ട്രോങ് ആവും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള ഒരു ഗെയിം പ്ലാൻ ആയിരിക്കും സെക്കൻഡ് ലെഗിൽ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു അറ്റാക്കിന് വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ട് ഒരു നോക്കി കളിക്കാനായിരിക്കും ശ്രദ്ധിക്കുക? ആക്ച്വലി നമ്മൾ എവേ കളിക്കുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് സിറ്റിയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഞങ്ങള് ഹോമിൽ കളിച്ചപ്പോഴും അവരുമായിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. പിന്നെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സിറ്റി കളിക്കുന്നത് എവേ കളിക്കുമ്പോൾ കൂടുതലും ബോൾ ഒപ്പോണൻസിന്റെ കൈ കൊടുത്തിട്ട് അവർ മാക്സിമം ഡിഫെൻഡ് ചെയ്ത് കളിക്കുകയാണ് ഉണ്ടായത്. അപ്പം ആ ഒരു കളി എന്തായാലും ഹോമിൽ ചെല്ലുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എത്തിഹാഡിൽ ചെല്ലുമ്പം കുറച്ചുകൂടെ ബോൾ കൂടുതൽ പ്രോഗ്രസ് ചെയ്ത് അവര് പൊസിഷൻ കൈവെക്കാനാണ് നോക്കത്തുള്ളൂ. അവര് ചാൻസസ് കിട്ടുമ്പോൾ ക്ലിനിക്കലാകാൻ നോക്കുക. പിന്നെ ഞങ്ങളുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ യു കീപ് ദ ബോൾ വി ടേക്ക് ദ വിൻ. ആ ഒരു അപ്രോച്ച് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. വേറെ ഒരു കാര്യത്തിലും നമുക്ക് അവരെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. ഹാളന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹാളണ്ട് ഒരു പ്രോപ്പർ നമ്പർ 9 ആയിട്ടാണ് അവിടെ ഇന്നലെ ലാസ്റ്റ് ഗെയിമിൽ കളിച്ചത്. ഇപ്പൊ അവിടെ ഒരു ഫോൾസ് 9 ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം റുഡിഗർ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരേണ്ടി വരും. അവിടെ കുറച്ചുകൂടെ ഡിഫൻസ് പൊളിയാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും പെപ്പ് അതായിരിക്കും ശ്രമിക്കുക, അറിയില്ല. പിന്നെ ഹോമാണ്. ഹാളണ്ട് ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണ്. ഒരു കളി കൊണ്ടൊന്നും പുള്ളിയെ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റൂല. ഇപ്പൊ എല്ലാ പ്ലേയേഴ്സിനും ചിലപ്പോ ഒരു ബാഡ് മാച്ച് ഉണ്ടാവും, ചിലപ്പോ നല്ല മാച്ച് ഉണ്ടാവും. അതൊരിക്കലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഏത് മൂവ്മെന്റിലാണ് ക്ലച്ച് ഉണ്ടാവുന്നത് പറയാൻ പറ്റൂല. ചിലപ്പം ആദ്യ ഗോള് ചിലപ്പം ആ ബെർണാഡോ അടിച്ച ശേഷമാണ് സിറ്റി കുറച്ചുകൂടെ ക്ലച്ച് ആയിട്ട് കളിച്ചത്. പക്ഷെ ആ ഗോള് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവര് കുറച്ചുകൂടെ ഡിഫെൻസീവ് ആയിട്ട് ഒരു ഡ്രോയ്ക്ക് ശ്രമിച്ച് കളിച്ചേനെ. അതെ, ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോ നിങ്ങൾ അടുത്ത ലെഗിൽ സിറ്റീനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം കപ്പടിക്കാനുള്ള ഒരു
70% ചാൻസും റയലിന് തന്നെയാണ്. ഞാൻ 100 പറയുന്നില്ല, കാരണം ഫൈനലിലൊക്കെ വന്ന് എന്തുകൊണ്ട് സംഭവിക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു കടമ്പ നിങ്ങൾ ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ കടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങളായിരിക്കും വൺ ഓഫ് ദി ഫേവറേറ്റ്സിന്റെ കാര്യത്തിൽ ഒരു സംശയവും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് പലപ്പോഴും നമുക്ക് ആക്ച്വലി അങ്ങനെ എടുത്ത് പറയാനും പറ്റൂല. കാരണം നമ്മുടെ എപ്പോഴത്തെ പാത്തും ഈസി അല്ല. ഏതൊരു ഫിക്സർ ഇപ്പൊ ലാസ്റ്റ് 5 years എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈസി സെമിയോ ക്വാർട്ടറോ ഒന്നും കിട്ടിയിട്ടില്ല എടുത്തു പറയാനാണെങ്കിൽ. പക്ഷെ ഇത് സിറ്റിന്ന് ജയിച്ചാൽ പോലും അടുത്തത് ആഴ്സണലാണ്, അല്ല ബയേണാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഈ 70% എന്നുള്ളത് അങ്ങനെ ഫുള്ളായിട്ട് ഞങ്ങൾ അത്ര ബിലീവ് ചെയ്യുന്നില്ല. ഇപ്പം സിറ്റി കടക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ഇപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായി. ഇപ്പൊ ബ്രോ പറഞ്ഞത് കുറച്ചുകൂടെ ഫേവറബിൾ ആവുന്ന ടീം എന്ന് പറഞ്ഞ ബാഴ്സലോണയാണ്. അവർക്ക് കുറച്ചുകൂടി ഈസി ഫിക്സർ ആണ്. അതെ, ഈസി ഫിക്സർ ആണ്. യെസ്. അവരേതായാലും ഒരു എനിക്കൊന്ന് അതും ഒരു സമനിലയിലേക്കാണ് പോയത്. ഇനിയിപ്പോ അവിടെ എന്ത് സംഭവിക്കുന്ന അറിയില്ല. സെക്കൻഡ് ലെഗ് കുറെ ടീമുകളെ സംഭവിച്ചു. ഇപ്പൊ ആർസണൽ ബയൺ മാച്ച് സമനിലയിലാണ്, നിങ്ങളെ മാച്ച് സമനിലയാണ്. അപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇതൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്ലറ്റിക്കോ അവിടെ ഒരു ഗോളിന്റെ ഡിഫറൻസ് ഉണ്ട്, അല്ലാതെ വേറെ ആരും അങ്ങനെ ക്ലിയർ കട്ട് ആയിട്ട് ജയിച്ചു പോയിട്ടില്ല. ഒരു ഗോൾ ലീഡുണ്ട്. യെസ്. അപ്പൊ സമനിലയുള്ള ടീമൊക്കെ സെക്കൻഡ് ലെഗിൽ ആഞ്ഞു പിടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഈ ഡ്രോ ഉള്ള ഗെയിംസ് എല്ലാം സെക്കൻഡ് ഡേ ആണ്. അടുത്ത വീക്കിൽ സെക്കൻഡ് ഡേയിലെ മാച്ചസ് ഉള്ളൂ. ഫസ്റ്റ് ലീഡ് ഉള്ളവരാണ് മാച്ചസ്. അപ്പോ പിന്നെ എനിക്ക് എടുത്തു പറയാനാണെങ്കിൽ ട്യൂഷനിൽ കുറച്ചുകൂടെ ഈ UCL നോക്കൌട്ട്സ് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള കാരണം പോരാത്തതിന് ബയണ്ട ഹോം ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അതെ, എനിക്ക് തോന്നുന്നു. കാരണം അലിയൻസ് അരീന പോയിട്ട് ആർസണലിൽ കുറച്ച് ടഫായിട്ടുള്ള അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അവരെടുത്തില്ല ഹോമിൽ വെച്ചിട്ട്. ഇനിയിപ്പോ അവിടെ പോയിട്ട് ഒരു മികച്ച പെർഫോമൻസ് ഒക്കെ കൊണ്ടുവന്ന് ജയിക്കാൻ ഇമ്പോസിബിൾ അല്ല, പക്ഷെ അവർക്ക് കുറച്ച് ടഫായിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും. കാരണം ഇപ്പോ ഇമ്പോസിബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല. ഫുട്ബോളിലൊന്നും ഇല്ല ഇമ്പോസിബിൾ അല്ലാത്ത. ലാസ്റ്റ് മിനിറ്റിലും ഗോൾ അടിച്ച് കളി ജയിക്കാവുന്നേ ഉള്ളൂ. സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ഫുട്ബോൾ. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് മാച്ച് പ്രതീക്ഷിക്കുന്നു. ഞാനൊന്ന് ലീഗിലേക്ക് വരികയാണ്. എന്താണ് ലീഗ സെറ്റ് അല്ലേ? ഇനിയിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിങ്ങള് ആ സൈഡിലേക്ക് ഇതുവരെ ഓക്കെയാണ്. ചിലപ്പം അടുത്ത 3 കളി പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റൂല. കാരണം 9 പോയിന്റ് ലീഡ് വ്യത്യാസമേ ഉള്ളൂ. കാരണം 3 പോയിന്റ് 3 കളി ഗെയിം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ലീഡ് കുറയും. 3 കളി തോറ്റാലും മതി. സോ ഈ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ടീമൊന്നും അല്ല ഈ ലാലിഗ വരുമ്പോ ഉള്ളത്. ലാലിഗ വരുമ്പോ അവരൊക്കെ ഞങ്ങൾക്കെതിരെ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഗോൾ കീപ്പർ ഒലിവർ ഖാനൊക്കെയാണ്. അങ്ങനെയൊക്കെ ആയി മാറും. കാരണം അതാണ്, ഇല്ലേ ഞങ്ങള് കോപ്പ ദെൽ റേയിൽ ഔട്ടാവുന്ന ടീമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് കോമഡി ആയി പോകും. ഞങ്ങൾക്ക് എന്താന്ന് അറിയത്തില്ല. ലാലിഗയില് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം, പക്ഷെ കോപ്പ ദെൽ റേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ടഫസ്റ്റ് കപ്പാണ് ഞങ്ങൾക്ക്. നിങ്ങളൊരു ചരിത്രം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ ആണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയോ നിങ്ങൾ പുറത്താകുന്നത്. ഒരു റീസൺ പ്രത്യേകിച്ച് പറയാൻ പറ്റൂല. അല്ല, ആക്ച്വലി അവിടെ ഓവർ കോൺഫിഡൻസ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ബി ടീം ഒക്കെയാണ് പോയി കളിക്കുന്നത് കോപ്പ ദെൽ റേ, ചെറിയ ടീമാണെന്നും പറഞ്ഞു അങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ലക്ക് നമ്മുടെ ഫേവറിൽ വരത്തില്ല. എന്തോ അത് ഭയങ്കര കേഴ്സ്ഡ് ആണ്. കഴിഞ്ഞ കൊല്ലം അടിച്ചു, അത് മാത്രമേ അടിച്ചുള്ളൂ. ഈ കൊല്ലം അത് കിട്ടിയേ ഇല്ല. അതെ, അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അത് ബ്ലെസ്സിംഗ് ആൻഡ് ഡിസ്ഗൈസ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ കോമ്പറ്റീഷൻ, ഇഞ്ചുറി ഒരു പ്രശ്നമായിരുന്നു ചില സമയത്ത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ വന്നു, സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ചാമ്പ്യൻസ് ലീഗും വിട്ടുള്ള ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഇത് രണ്ടാണ്. പിന്നെയാണ് കോപ്പ ദെൽ റേ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ മറ്റു കോമ്പറ്റീഷനിലേക്ക് വരിക. അപ്പോൾ എന്തായാലും പുള്ളിയെ പ്രയോറിറ്റൈസ് ചെയ്തതായിരിക്കാം, അറിയില്ല. ഏതായാലും ഓൾ ദി ബെസ്റ്റ് ബ്രോ. നല്ലൊരു മത്സരമാണ് സെക്കൻഡ് ലെഗിൽ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇരിക്കാം. ഏതായാലും നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്നു. ഓക്കെ ബ്രോ. ഓക്കെ, ടേക്ക് കെയർ. ബൈ.